ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്നത് മനുഷ്യൻ ഈശ്വരൻ തന്നെയാണ് എന്നാണ്. എന്താണ് മനുഷ്യൻ ഈശ്വരൻ തന്നെയാണ് എന്ന് പറയാൻ കാരണം? ആദ്യമുണ്ടായത് ആകാശം. ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം എന്നത്. ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി. വായുവിന്റെ ഗുണമാണ് ശബ്ദവും സ്പർശവും. രണ്ടു ഗുണമായി. വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി. അഗ്നിക്ക് ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപവും ഉണ്ട്. മൂന്ന് കാര്യം വന്നപ്പോ ആദ്യ രൂപം വന്നത് എപ്പോഴാണ്? അഗ്നി വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് അഗ്നിദേവൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ രൂപമുള്ളൂ. ശബ്ദവും സ്പർശവും രൂപവും അഗ്നിക്കുണ്ട്. അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി. ജലത്തിന്റെ പ്രത്യേകത, ജലത്തിന് ശബ്ദമുണ്ട്, സ്പർശം ഉണ്ട്, രൂപമുണ്ട്, ഒന്നുകൂടി ചേർന്നു രസം. 4 ഘടകങ്ങൾ അതിൽ വന്നു. പഞ്ചഭൂതങ്ങളെ കുറിച്ച് മനസ്സിലാക്കും. ഇതിൽ ഓരോന്നിനും പരിമിതിയുണ്ട്. ആകാശം ശബ്ദം മാത്രമേ ഉള്ളൂ. ശബ്ദ തന്മാത്രകളെ കൊണ്ടാണ് നിർമ്മിച്ച്. വായുവിലേക്ക് വന്നപ്പോഴാണ് സ്പർശം വന്നത്. ആകാശത്തിന് സ്പർശത്തിന്റെ ഗുണമില്ല. ഗുണമില്ല എന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ കുറച്ചും കൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. ഇതേ ആള് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒരു തത്വം പറയാൻ വേണ്ടി പറയാം. അപ്പൊ വെള്ളത്തിലേക്ക് വന്നപ്പോ ശബ്ദം, സ്പർശം, രൂപം, രസവും വന്നു. ഗന്ധം പല്യ. ഇവിടെ എവിടെയും ഗന്ധമില്ല. അഗ്നിക്ക് ഗന്ധമില്ല, വെള്ളത്തിന് ഗന്ധമില്ല. അതുകൊണ്ടാണ് വെള്ളത്തിലെ മീനുകൾക്ക് ഗന്ധമില്ല എന്ന് പറഞ്ഞത്. മീന് ഭൂമിയിലേക്ക് വരുമ്പോഴേ ഗന്ധം വരുള്ളൂ, വെള്ളത്തിന് ഗന്ധമില്ല. വെള്ളത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. അപ്പൊ ഭൂമിക്ക് എന്താ ഗുണം? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഭൂമിയുടെ അടിസ്ഥാന ഗുണമാണ് ഗന്ധം എന്നത്. അങ്ങനെ ഭൂമിയുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന ജീവജാലങ്ങളൊക്കെ ഗന്ധം തിരിച്ചറിയും. നായയ്ക്ക് ഗന്ധത്തിലൂടെയാണ് തിരിച്ചറിയുന്നത്. നടന്നു പോകുമ്പോ പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ നായകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവര് ഈ വ്യക്തിയുടെ ഐഡന്റിറ്റി കാർഡ് നോക്കിയിട്ടല്ല, ഗന്ധത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അലഞ്ഞു തിരിയുന്ന നായകള് അവര് പതിവായിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ കേന്ദ്രത്തിലെ ആളുകളെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് ഭൂമിയായിട്ട് ചേർന്ന് ജീവിക്കുന്ന കാര്യങ്ങൾ പറയാം. അപ്പൊ സൃഷ്ടിയുടെ ക്രമം അനുസരിച്ച് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഭൂമിയിൽ ഔഷധികൾ ഉണ്ടായി. അതിൽ നിന്നാണ് ഔഷധം എന്ന വാക്ക് വന്നത്. നെഗറ്റീവായ കാര്യങ്ങൾ ധി എന്ന് പറഞ്ഞ ബുദ്ധി, ഓഷ പ്ലസ് ധി ആണ് ഔഷധി. ഇവിടുത്തെ വൃക്ഷങ്ങള്, ചെടികള്,
സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും ആഹാരമായി വരുന്നത് അതിന്റെ കുറെ കൂടി പൂർണ്ണമായിട്ടുള്ള രൂപമാണ്. അപ്പൊ നമ്മൾ വൃക്ഷം, ചെടി എന്ന് പറയുന്നു. അതിൽ നിന്ന്, ഔഷധികളിൽ നിന്ന് അന്നമുണ്ടായി. അന്നത്തിന്റെ തുടക്കം എവിടുന്നാന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞു തരും. ആ അന്നമാണ് നാം ഭക്ഷിക്കുന്നത്. ഈ ഭക്ഷിക്കുന്നതിന്റെ പിറകിൽ ഇപ്പൊ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്? കഴിക്കുന്ന അന്നത്തിനെ മുമ്പിൽ വെച്ച് നുണ പറയരുത്. കുക്ക്ഡ് ഫുഡിനെ ബഹുമാനിക്കണം, അതിനെ തൊഴണം. കുട്ടികൾ അന്നത്തെ മിസ്യൂസ് ചെയ്യുമ്പോ അച്ഛനമ്മമാരുടെ അന്നത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. ഈ അന്നത്തിന്റെ അച്ഛനാരാ? ആകാശത്ത്. അവിടുന്ന് പുറപ്പെട്ട അന്നം ഉണ്ടായി. അന്നത്തിൽ നിന്ന് ആണ് ബീജം ഉണ്ടാകുന്നത്. അതിന്റെ ബേസ് എന്താണ്? അന്നമാണ്. പഴയ കഥകളിലൊക്കെ ഉണ്ടല്ലോ, പുതിയ ജന്മം കിട്ടാനായിട്ട് ത്രികോണാകൃതിയില് ആത്മാക്കൾ തൂങ്ങിക്കിടക്കുമെന്നാണ്. ജലൽക്കാരൂന്റെ കഥയൊക്കെ വളരെ വിസ്തരിച്ച് പഠിക്കേണ്ട കഥ. ആ ത്രികോണാകൃതി എങ്ങനെയാ വന്നത്? ഈ ആത്മാവിന് ഇങ്ങനെ പറയുന്ന ത്രികോണാകൃതി കാര്യമുണ്ട്. പഞ്ചഭൂതങ്ങളില് ജലതത്വവും ഭൂമി തത്വവും ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. ആകാശം, വായു, അഗ്നി ഹൈ ഫ്രീക്വൻസി ഫേസ് എന്നാണ് പറയാ. ഇത് മൂന്നും വേറെയാണ്. ഡെഡ് ബോഡി നമ്മൾ സ്ഥിതിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ജലതത്വവും ഭൂമി തത്വവും അതിലുണ്ട്. ആകാശം എങ്ങട്ടാ പോയത്? ആകാശവും വായുവും അഗ്നിയും ഹൈ ഫ്രീക്വൻസി ഫേസുകൾ. അതാണ് മാറുമ്പോൾ ഒക്കെ നമ്മുടെ സങ്കല്പമാണ്. അപ്പൊ അതാണ് ആത്മാവ് ത്രികോണാകൃതിയിൽ ഇരുന്നത്. അന്നത്തിൽ നിന്ന് ബീജമുണ്ടായി. ബീജത്തിൽ നിന്ന് പ്രജ ഉണ്ടായി. ഈ പ്രജ ഉണ്ടായിട്ട് ആ പ്രജ ആ കാര്യം മനസ്സിലാക്കുമ്പോൾ ആ പ്രജ ആരാണ്? ആ പ്രജ ഈശ്വരൻ തന്നെയാണ്. ഇത് മനസ്സിലാക്കണം. ഇത് പ്രജ ഈശ്വരൻ തന്നെയാണ്. ഇതിന്റെ കാരണം പ്രജയ്ക്ക് 3 ഗുണമുണ്ട്. ഇച്ഛാശക്തി. ഒരു കാര്യത്തെ ഇന്നത് വേണമെന്നത് ഇച്ഛിക്കുക. ഇച്ഛാശക്തി. ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ പലതും ഇച്ഛിക്കുന്നുണ്ട്. 2, അത് എങ്ങനെ പ്രാവർത്തികമാക്കണം? ക്രിയാശക്തി. ആ ക്രിയാശക്തി ജ്ഞാനശക്തി. ഇത് 3ഉം ഉണ്ടാവും. ഇച്ഛാശക്തിയിലെ ഈ ജ്ഞാനശക്തി ശ്വാസത്തിൽ നിന്നാണ് എല്ലാ ജ്ഞാനവും. രാ എന്ന് പറയുന്നത് ഒറ്റ അർത്ഥമുള്ളൂ. അഗ്നിബീജം. അഗ്നിബീജമാണ് രാ എന്ന അക്ഷരം. ഒരു കാർ ഓടിക്കാൻ വാഹനമുണ്ട്, പെട്രോളും ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ആ പെട്രോളാ രാ. ഇത് 3ഉം പ്രകൃതിയുടെ ബേസ് അല്ലേ? 3നും ചേർത്തിട്ടൊരു വാക്കുണ്ടാക്കി, ഈശ്വരൻ. ഇത്രേ ഉണ്ടാക്കിയുള്ളൂ. അതില്ല എന്ന് പറഞ്ഞവര് പറഞ്ഞോട്ടെ. ഈശ്വരനില്ലാത്ത
ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഇല്ലേ? ആ ക്രിയാശക്തിക്ക് രാ എന്നുള്ള അഗ്നിബീജം, അഗ്നിയാണ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിയുമ്പോൾ ഞാൻ എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി ജ്ഞാനം ഉണ്ടായി. ഈ വ്യക്തി എവിടെ നിൽക്കുന്നത്? ഈ ഭൂമുഖത്ത് നാം കാണുന്നതൊക്കെ നിൽക്കുന്നത് സ്പേസിലാണ്. കോടാനുകൂടി നക്ഷത്രങ്ങൾ എവിടെ നിൽക്കുന്നു? ആകാശത്ത്. ആകാശം എന്ന സ്പേസ്. എല്ലാം നിൽക്കുന്നത് സ്പേസിലാണ്. പക്ഷെ അറിവ് വന്നപ്പോ ഒരു കാര്യം മനസ്സിലാക്കി, നാം സ്പേസിലല്ല, സ്പേസ് നമ്മളിലാണ്. ഏതൊന്നിന്റെയും ബേസ് അകത്ത് ആകാശമാണ്. നമ്മുടെ അകത്ത് ആകാശം. അതിന്റെ മുകളിൽ വായുവിനെ പൊതിഞ്ഞിരിക്കുന്നു. അതിന്റെ മുകളിൽ അഗ്നി, ജലം, ഭൂമി. ഈ ജ്ഞാനം കിട്ടുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഞാൻ ഈശ്വരൻ തന്നെയാവും. അവതാര പുരുഷന്മാര്, അവതാരം എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നാണ് അർത്ഥം. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മളൊക്കെ അവതാരങ്ങളാണ്, നിത്യാവതാരം തന്നെ. ഈ ജ്ഞാനികൾ പറഞ്ഞു ഞാൻ ഈശ്വരൻ തന്നെ ആവുന്നു എന്ന്. പറഞ്ഞപ്പോഴൊക്കെ അല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാനാകുന്നു പരമാത്മാവ്, അല്ല എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു. രാമൻ പറഞ്ഞു അല്ല, അവനവന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത ആളെങ്ങനെ പരമാത്മാവ്? അതിങ്ങനെ തുടരും. ഇതിനെ ചൊല്ലി പറഞ്ഞ് നമ്മുടെ ജീവിതം ചിന്തിച്ച് വേസ്റ്റ് ആക്കണ്ട. അങ്ങനെ പറഞ്ഞവര് പറഞ്ഞോട്ടെ, അല്ലാതിരുന്നോട്ടെ. പൊതുവെ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ, ശാസ്ത്രീയമായിട്ട് ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണമാണ് പക്വത, സഹിഷ്ണുതാബോധം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു.